Debate with Dr. Arun Kumar. ശബരിമലയിലെ സ്വർണ്ണക്കടത്തിൽ ഉന്നതതല ഗൂഢാലോചന അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തോട് കോടതി. ഇതുവരെ 2019 ദേവസ്വം ബോർഡും ദേവസ്വം ഉദ്യോഗസ്ഥരുമാണ് ഈ സ്വർണ്ണക്കടത്തിൽ പ്രതിസ്ഥാനത്തു നിന്നതെങ്കിൽ ഇതാദ്യമായി കോടതി ഇടക്കാല റിപ്പോർട്ട് അംഗീകരിച്ച് ഇടക്കാല ഉത്തരവിൽ 2025 ദേവസ്വം ബോർഡിനും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയുമോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നു. 2019 വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണോ 2025 ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് 40 വർഷം ഗ്യാരണ്ടിയുള്ള ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രഹസ്യമായി കൊടുത്തയച്ചത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ന് ഹൈക്കോടതി ഉന്നയിച്ചത്. അതായത് 2019 ദേവസ്വം ബോർഡിന്റെ ചുമതലയിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നർത്ഥം. 2019 ദേവസ്വം മാനുവൽ ലംഘിച്ച് പാളി കൊടുത്തുവിട്ടതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും കമ്മീഷണർക്കും പറ്റിയത് ഗുരുതരമായ വീഴ്ചയാണ്. കാരണം ദേവസ്വം മാനുവൽ നിലവിലിരിക്കെ അത് ലംഘിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ് കോടതിയുടെ സംശയം. ഇതിൽ അത്ഭുതപ്പെട്ട കോടതി 2025 അതേ പാളികളിൽ സ്വർണം പൂശാൻ പോറ്റി ഏൽപ്പിച്ചതിനു പിന്നിലും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട്. കോടതിയുടെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ this likely motivated the Thiruvidampur Devaswam Board officials to secretly entrust the idols to Mr. Unnikrishan Potti in 2025 in an apparent attempt to conceal the pilferage of 2019. 2019 വീഴ്ച മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണോ 2025 ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രഹസ്യമായി ദ്വാരപാലക പാളികൾ ദേവസ്വം ബോർഡ് കൊടുത്തുവിട്ടത്? ഇതാണ് ചോദ്യം. പോറ്റി ചെറിയ മീനെങ്കിൽ സ്രാവുകൾ ആരാണ് എന്നതാണ് ചോദ്യം. സ്രാവുകൾ കുടുങ്ങുമോ? അതിഥികളായി നമുക്കൊപ്പം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ CPM പ്രതിനിധി, എൻ ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ BJP പ്രതിനിധി, ഒപ്പം CR രാധാകൃഷ്ണൻ ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ അല്പസമയത്തിനുള്ളിൽ ചേരും. ഞാൻ അനിൽകുമാറിലേക്ക് പോകുന്നു. അനിൽകുമാർ, അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കിട്ടിയത്. ഇടക്കാല ഉത്തരവിലെ പേജ് നമ്പർ 78 ഭാഗം FGയിൽ പറയുന്നൊരു ഭാഗമുണ്ട്, ഞാനത് വായിക്കാം. It is further noted that as early as 2024, serious damage and removal of gold plating were recorded by the Devaswam Commissioner Devaswam Smith, despite articles carrying a 40-year warranty. This likely motivated the TDB officials to secretly entrust the idols to Mr. Unnikrishan Potti in 2025 in an attempt to conceal the pilferage of 2019. This is a distinct possibility as revealed from the sequence of events. 2019 വീഴ്ച മറച്ചുവെക്കാൻ വേണ്ടിയാണോ 2025 ഇതേ ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ രഹസ്യമായി കൊടുത്തുവിട്ടത് എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അപ്പോൾ 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല 2025 ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലേക്ക് വരികയാണോ? അനിൽകുമാർ. അല്ല, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പ്രത്യേകിച്ചൊരു ഉത്തരവിട്ടില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ബാധ്യതയും കഴിവുമുള്ള ഒരു പോലീസാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഒരു അന്വേഷണം നടക്കുന്നതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഭാഗം വെച്ച് നിഗമനങ്ങളിൽ എത്തേണ്ട ഒരു അത്യാവശ്യ സാഹചര്യവുമില്ല. മാത്രമല്ല, കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിലും അന്വേഷണത്തിൻ്റെ തത്വം സ്വതന്ത്രമായ അന്വേഷണമാണ്. നിങ്ങൾ ഇന്ന വഴിക്ക് പോകൂ എന്നുള്ളതല്ല കോടതി പറയേണ്ടത്. കോടതി പറയേണ്ടത് ഇതുവരെ ഞങ്ങൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട പുരോഗതികളെക്കുറിച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ വിജിലൻസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നടക്കുന്ന SIT അന്വേഷണത്തിൻ്റെ കാര്യത്തിലും ഒരു പോരായ്മയും ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ അതിനപ്പുറം കോടതി പറഞ്ഞതായി ബഹുമാനപ്പെട്ട അരുൺ ചൂണ്ടിക്കാണിക്കുന്നു. അതിനപ്പുറം പറയത്തക്കതായ എന്തെങ്കിലും വസ്തുതകൾ കോടതിയുടെ മുന്നിലില്ല. കോടതി എഴുതി കിട്ടിയ കടലാസിൻ്റെ മേലെയായിരിക്കും സാധാരണഗതിയിൽ അഭിപ്രായങ്ങളൊക്കെ പറയുക. പക്ഷേ അരുണിവിടെ റിപ്പോർട്ട് ചെയ്തത് ഇത്തവണ പോറ്റിയുടെ പക്കൽ രഹസ്യമായി 2025 കൊടുത്തു വിട്ടു എന്ന് കോടതി പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട അരുൺ പറയുന്നു. അത് എത്രത്തോളം സത്യമാണ്? രണ്ടാമത്തെ ചോദ്യം, 40 കൊല്ലം വാറണ്ടി എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്?
40 കൊല്ലം വാറണ്ടി എന്ന് പറഞ്ഞാൽ 40 കൊല്ലം തങ്ങൾ സ്വർണം പൂശിയ നില ഏതാണോ ആ നിലയിൽ അത് സംരക്ഷിക്കാനുള്ള ചുമതലയാണ് വാറണ്ടിക്ക്. നിങ്ങൾക്കിപ്പോൾ ഒരു ടി വി ഉണ്ടെങ്കിൽ അതിന് വാറണ്ടി ഉണ്ടെങ്കിൽ ആ വാറണ്ടി പീരീഡിനകത്ത് എന്ത് കേട് വന്നാലും അവർ അത് പരിഹരിച്ചു തരും. ഇപ്പോൾ 40 കൊല്ലം വാറണ്ടി 40 കൊല്ലം ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല ആ കമ്പനിക്കാണ്. അതാണ് വാറണ്ടിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കോടതി എന്താ മനസ്സിലാക്കിയെന്ന് എനിക്ക് അർത്ഥമില്ല. അപ്പോൾ 40 കൊല്ലം വാറണ്ടി കൊടുത്തപ്പോൾ തന്നെ 2019 ഇപ്പോൾ നമ്മുടെ മുൻപിൽ വന്നതുപോലെ യഥാർത്ഥ സ്വർണം പൂർണ്ണമായി അതിൽ ചേർക്കാതെ, മതിയായ അളവിൽ സ്വർണം ചേർക്കാതെ അത് പൂശി കബളിപ്പിച്ച് സ്വർണം അപഹരിച്ച് കൊടുത്തുവിട്ടതെന്തോ ആ കൊടുത്തുവിട്ടത് തന്നെ അതേപോലെ നിലനിർത്താനുള്ള ചുമതലയാണ് അവർ ഏറ്റെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2019 അപകടം നടന്നിട്ടില്ല എന്നല്ല, അപകടം നടന്നിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റ് അഭിപ്രായം. അനിൽകുമാർ പറഞ്ഞതിന്റെ ആദ്യത്തെ ഭാഗത്ത് എനിക്കൊരു സംശയം ഞാനൊന്ന് ചോദിച്ചോട്ടെ. അനിൽകുമാർ, ആദ്യത്തെ ഭാഗത്ത് അനിൽകുമാർ പറഞ്ഞല്ലോ കോടതി എന്തുകൊണ്ട് ഇത് നിരീക്ഷിച്ചു എന്നുള്ളത്. 2019 ഇതേ പോലീസും ഇതേ ദേവസ്വം വിജിലൻസും നമുക്കുണ്ടായിരുന്നു. പക്ഷേ 4.5 കിലോയോളം തൂക്കത്തിൽ വന്ന കുറവ് അന്നാരും ശ്രദ്ധിച്ചില്ല. അനിൽകുമാർ, ഈ പോലീസ് ശ്രദ്ധിച്ചിട്ടില്ല, ദേവസ്വം ബോർഡ് ശ്രദ്ധിച്ചിട്ടില്ല, ദേവസ്വം വിജിലൻസ് ശ്രദ്ധിച്ചിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല. കോടതി ഇടപെട്ടപ്പോൾ മാത്രമാണ് അത് ശ്രദ്ധയിൽ വന്നത്. അതുകൊണ്ട് പോലീസും ദേവസ്വം ബോർഡിന്റെ വിജിലൻസിലും മാത്രമായി നമുക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ വിശ്വസിക്കാൻ തരമില്ല. അല്ല, അപ്പോൾ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞേക്കാം. ഈ ഹൈക്കോടതിക്ക് തന്നെ അവിടെ ഈ കമ്മീഷന്മാരൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് ശമ്പളം കൊടുക്കുന്ന ഹൈക്കോടതിയുടെ കമ്മീഷന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളൊരു അരവണ കേസ് ഓർക്കുന്നുണ്ടല്ലോ. ഒരു അരവണയിലെങ്ങാണ്ട് വിഷാംശം കൂടുതലാണ്, ഏലത്തിനകത്ത് കൂടുതലാണെന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു. അത് പിടിച്ചയാൾക്കെതിരായിട്ട് ആ ലേലത്തിൽ തോറ്റുപോയ ആൾ കേസ് കൊടുത്തു. ഏതാണ്ട് 9 കോടി രൂപ ശബരിമലയ്ക്ക് പോയി. ശബരിമലയ്ക്ക് ഒരു കേസിൻ്റെ വിധിയിൽ ഒരു സ്റ്റേ വന്നപ്പം സുപ്രീം കോടതി പോയി അഴിക്കേണ്ടി വന്നു. പക്ഷേ അരവണയിൽ എത്ര കോടി പോയി? നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാവരും വളരെ കൃത്യതയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് തെറ്റിദ്ധാരണ വേണ്ട. കോടതിയുടെ കാര്യത്തിൽ പക്ഷെ ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ പറയട്ടെ, ഹൈക്കോടതിയിലെ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയാണ് 2020 ഇതേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇത് കൊടുത്തുവിട്ടത്. അതുകൊണ്ടാണ് സീക്രട്ട്ലി എൻട്രസ്റ്റ് എന്നൊരു പദപ്രയോഗം കോടതി നടത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ ആ കോടതി തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 2019 കോടതി അറിയിക്കാത്തതിന് കോടതിക്ക് പരാതിയില്ലേ? 2019 ഈ ക്രമക്കേട് നടന്നപ്പോൾ അവിടെ കോടതിയുടെ ആരെങ്കിലും മേൽനോട്ടമുള്ള ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു? ഹൈക്കോടതിയുടെ കമ്മീഷൻ അവിടെ ഉണ്ടായിരുന്നു. ഇതവിടെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ ഹൈക്കോടതിയിലെ കമ്മീഷണർ ശ്രീ കുറുപ്പ് സാറിനെ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അക്കാലത്തെ വീഡിയോകൾ എടുത്ത് നോക്ക്, ഫോട്ടോ എടുത്ത് നോക്ക്. ഇവരാരും അറിയാതെ നടന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ 6 കൊല്ലം മുമ്പത്തെ ഒരു കാര്യം നടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം, ക്രിമിനൽ ഉത്തരവാദിത്വം ഫിക്സ് ചെയ്യണം. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ക്രിമിനൽ ഉത്തരവാദിത്വത്തെക്കുറിച്ചാണ് ചർച്ച. നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു കാർഡിൽ കുറേ പടമൊക്കെ അച്ചടിച്ചിറക്കിയിട്ടുണ്ട്. അരുണിൻ്റെ പടം ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സമാധാനമായി. കാരണം എന്താ വെച്ചാൽ അരുണിൻ്റെ പടം ഉള്ളതുകൊണ്ട് അരുണിൻ്റെ വിശ്വാസ്യത ബാക്കിയുള്ളവർക്കുണ്ട്. പോറ്റിക്ക് ആ വിശ്വാസ്യത കൊണ്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങേപ്പുറം വേറെ ഒരു പടം കൊണ്ടു, അത് എനിക്ക് തോന്നുന്നില്ല. അരുണിൻ്റെ പടം ഉള്ള കൂടെ പോറ്റിയുടെ പടം വെക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾക്കൊരു വിശ്വാസ്യതയുണ്ട്. നമ്മൾ ഈ പടമൊക്കെ അടിച്ചിറക്കുമ്പോൾ അല്പം കൂടെ ശ്രദ്ധിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, 2025 ഏത് കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തെറ്റ് കണ്ടെത്തി? ആദ്യം അത് കോടതി പറയണം. 2025 ഇത് ഒറ്റയ്ക്കൊരു പോറ്റിയുടെ കൊടുത്തു വിട്ടോ? ഇല്ല. പോറ്റിയുടെ രഹസ്യമായി അറിയിച്ചില്ല. 2 തൂക്കത്തിൽ വന്നിരിക്കുന്ന ഭാരം അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഇതൊന്നും ആരും അറിയിച്ചിട്ടില്ല. ഇത് വീഴ്ച സംഭവിച്ചതിനെക്കുറിച്ച് ആദ്യം ബോധ്യപ്പെടുന്നത് അവിടെയാണല്ലോ. ദേവസ്വം കമ്മീഷണർ ഇതേ അറിയിച്ചില്ല എന്നുള്ള കാര്യം. ഞാൻ അങ്ങയിലേക്ക് വരാം, അത് നമുക്ക് 2ാം ഘട്ടത്തിലേക്ക് എടുക്കാം. ആദ്യ ഭാഗത്തിൽ എനിക്ക് മറ്റു അതിഥികളിലേക്ക് ഒറ്റ കാര്യം പറഞ്ഞിട്ട് 2025 തൂക്കം കുറഞ്ഞില്ല. 2019 കുറഞ്ഞ തൂക്കത്തെ കുറിച്ച് 2025 ആരും തന്നെ സംശയിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു ചർച്ച ചെയ്യുമ്പം ചർച്ചയ്ക്ക് ആളുകൾക്ക് മനസ്സിലാക്കാനാണ് ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. 2025 തൂക്കം കുറഞ്ഞില്ല. 2025 പോറ്റി ഒറ്റയ്ക്ക് ഇത് കൊണ്ടുപോയില്ല. 2025 ഉദ്യോഗസ്ഥന്മാരാണ് കൊണ്ടുപോയത്. ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന മുമ്പ് സ്മിത്ത് അതുപോലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ ഇളക്കിയെടുത്തപ്പോൾ തൂക്കമുണ്ട്.
തിരിച്ചു കൊണ്ടുവന്നപ്പോൾ തൂക്കമുണ്ട്. ശരി. 2025 മാതൃകയിൽ 2019 കൊണ്ടുപോയിട്ടില്ല. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്, സാങ്കേതികമായതുകൊണ്ടാണ് അതുകൂടി ചോദിച്ചിട്ട് ശ്രീകുമാറിലേക്ക് വരാം. എന്റെ ചോദ്യം ഇതാണ്, കോടതിയുടെ ഇന്നത്തെ ഇടക്കാല ഉത്തരവിലും പറയുന്നുണ്ട്, ആ ഡേറ്റ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 30/7/2025 ദേവസ്വം കമ്മീഷണർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് ലാക്ഡ് ദി റിക്വിസിറ്റ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് എന്നാണ്. 30/7/2025. പക്ഷേ 7 ദിവസം കൊണ്ട് കമ്മീഷണർ ഈ തീരുമാനം തിരുത്തുന്നു. അത് കോടതി അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 3/9/2025 ഈ സ്വർണ്ണപ്പാളികൾ ഹാൻഡഡ് ഓവർ ദ ദ്വാരപാളിക ആൻഡ് താങ്ങുപീഠം ടു ദ സ്പോൺസർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദേവസ്വം കമ്മീഷണർ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് യോഗ്യതയില്ലെന്ന് പറഞ്ഞ് ഒരു കത്ത് പുറത്ത് നൽകിയിട്ടുണ്ട്. അതെന്തിനായിരുന്നു? അതെ, അദ്ദേഹം സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം കത്തെഴുതുന്നുള്ള സത്യമാണ്. അത് കഴിഞ്ഞിട്ട് ആരാ ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയത്? അതേ ഉദ്യോഗസ്ഥനാണ്, അതേ തിരുവാഭരണ കമ്മീഷണറാണ്. അവർ ഇത് കൂടെ കൊണ്ടുപോയി എന്താണോ അവിടെ നോക്കി കേടുപാട് നോക്കിയത് അത് പരിഹരിച്ച് ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ സ്ഥലം മാറി വന്നാൽ ഉടൻ തെറ്റായി ധരിച്ചു എന്നാണോ അങ്ങ് പറയുന്നത്? ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ് എന്ന മട്ടിലാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇത് അന്ന് ആ ദേവസ്വം കമ്മീഷണർ ചൂണ്ടിക്കാട്ടി അവർക്ക് എക്സ്പെർട്ട്നെസ് ഇല്ല എന്നുള്ള വിവരം. അതെ, അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കേണ്ടത്? ആ ദേവസ്വം കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ തിരുവാഭരണമായിട്ട് ദ്വാരപാലക ശില്പങ്ങളുമായിട്ട് ചെന്നൈയിൽ പോയി. പക്ഷേ ഉത്തരവിട്ടത് ദേവസ്വം ബോർഡാണ്. സ്മാർട്ട് ക്രിയേഷൻസ് തട്ടിപ്പ് നടത്തിക്കോട്ടെ. പറയട്ടെ അല്ലല്ല, ദേവസ്വം ബോർഡ് ചെയ്തൊരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കണം. പോറ്റ് കൊണ്ടുപോകണം എന്നല്ല ഉത്തരവ്. 2025 ഉത്തരവ് ഉദ്യോഗസ്ഥർ നിർവഹിക്കണം. ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി, കുഴപ്പമില്ലാതെ തിരിച്ചു കൊണ്ടുവന്നു. 2019 ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കാനാണ് ഉത്തരവ്. ദേവസ്വം ബോർഡിന്റെ തീരുമാനം അട്ടിമറിച്ചിട്ടുണ്ട്. സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വനിതയുണ്ടല്ലോ, അവരാ തീരുമാനം ആ ബോർഡിന് മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോ നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെ ഒരു ബോർഡ് യോഗം ചേർന്നു. ആ ബോർഡിലെ മാനേജർ നിങ്ങൾക്കൊരു എന്നത് ഒഴിച്ചു നിർത്തിയാൽ മറ്റതും അത് തന്നെയാണ്. വായിച്ചെടുത്താൽ മനസ്സിലാക്കുക. പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. നമുക്ക് 2-3 വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അങ്ങ് നിലപാട് വ്യക്തമാണ്. അങ്ങ് തെറ്റ് പറഞ്ഞിട്ട് പോരുത്. തെറ്റ് പറയാത്ത ആളാ. അതുകൊണ്ട് ഞാൻ പറയാം, ആ തെറ്റ് പറയാത്ത ആളാ. ഒരിക്കലും തെറ്റ് പറയാത്ത ഒരാളായിട്ട് ഞാൻ കാണുന്നത്. തെറ്റ് പറ്റി സമ്മതിക്കാം. എൻ്റെ പോയിന്റ് ഇതാണ്, ആരുടെ ഉത്തരവാദിത്വത്തിൽ? തിരുവാഭരണ കമ്മീഷണർ, എഞ്ചിനീയർ, സ്മിത്ത്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഈ 4 ആളുകളുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ കൊണ്ടുപോയി കൊണ്ടുവരാനല്ലേ ഉത്തരവ്? അതല്ലേ ദേവസ്വം ബോർഡ് തീരുമാനം? അതിനപ്പുറം ഒരു തീരുമാനം ഉണ്ടോ? 2019 ഉത്തരവ് വായിച്ചു നോക്ക്. പോറ്റിക്ക് കൊടുത്തുവിടാനല്ല, ഈ ഉദ്യോഗസ്ഥന്മാർ നിർവഹിക്കുന്നത്. അത് വാസ്തവമാണ്. പക്ഷേ നേരത്തെ കമ്മീഷൻ എടുത്ത തീരുമാനം 7 ദിവസം കൊണ്ട് തിരുത്തുന്നു. വളരെ പെട്ടെന്ന് ദേവസ്വം ബോർഡ് അതിൽ ഇടപെടുന്നു. പ്രസിഡന്റ് അത് വേഗത്തിലാക്കാൻ പറയുന്നു. എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. ഞാൻ അങ്ങിലേക്ക് വരാം. നമുക്ക് ബി ഗോപാലകൃഷ്ണനിലേക്ക് കൂടി പോയി വരാം. ബി ഗോപാലകൃഷ്ണൻ, കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഇന്നിപ്പോൾ ഇടക്കാല ഉത്തരവിൽ പറയുന്നത് 2019 ദേവസ്വം ബോർഡിന് മാത്രമല്ല, 2025 അതേ സ്പോൺസറുടെ കയ്യിൽ അതേ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇത് കൊടുത്തുവിട്ടത് 2019 കളവ് മായ്ക്കാനാണ് എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനാണ്, കൂടെയുള്ളവർ വലിയ സ്രാവുകളുണ്ട് എന്നാണ്. അവരെ ഇതിൽ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നുള്ളതാണ്. ഇവിടെ നടക്കുന്നത് അസാധാരണമായ കാര്യങ്ങളല്ലേ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ? 2025 ദേവസ്വം ബോർഡിന് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുമോ? ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് റിപ്പോർട്ടർ ചാനലുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ച് താങ്കളോട്. കാരണം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹത്തിനെതിരെ ഞാൻ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനം യോഗത്തിൽ ഉന്നയിച്ചു, പല ആളുകളും ഉന്നയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു റിപ്പോർട്ടറുടെ വാർത്ത താങ്കൾ വളരെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തു.
അതിലെൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് എനിക്ക് താങ്കളുടെ മുഖത്ത് നോക്കി അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. താങ്കളോട് ഞാനത് വാട്സാപ്പിൽ ചോദിച്ചു. താങ്കൾ പറഞ്ഞത് റിപ്പോർട്ടറുടെ വാർത്തയാണ്. റിപ്പോർട്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ പേരാണ്. എന്തായാലും നിങ്ങളുടെ പ്രാദേശിക ലേഖകൻ്റെ പ്രാദേശിക റിപ്പോർട്ടറുടെ ഒരു വാർത്ത അങ്ങനെ വരുമ്പോൾ എന്നെപ്പോലുള്ള ഒരാളെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഞാനത് നിഷേധിക്കുമ്പോൾ വാസ്തവത്തിൽ അവർക്കെതിരായിട്ട് അന്വേഷണം നിങ്ങൾ നടത്തണം. എന്താണ്, ആരാണ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്ന് നിങ്ങൾ പറയണം. കാരണം ഈ രാജീവ് ചന്ദ്രശേഖർജി വന്നിട്ട് നാളിതുവരെ ആരും വിമർശനം ഉന്നയിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു മാസമായിട്ട് സുഖമില്ലാതിരുന്നതുകൊണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സജീവമായത്. അപ്പോൾ ഇങ്ങനെ ഒരു ബേസും ഇല്ലാത്ത വാർത്ത അരുണിനെ പോലുള്ള ആളുകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യുന്നത് ശരിയല്ല. അതിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ശരി, ഒരു വരിയും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. കുറച്ച് നാളായിട്ട് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളോട് പറയുകയാണ്, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ പറയുകയാണ്. കുറച്ച് നാളായിട്ട് ആവശ്യമില്ലാത്ത രീതിയിൽ ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരായിട്ട് വിമർശനങ്ങളുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഈ വാർത്തകൾ റിപ്പോർട്ടർ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കൂടി ഞാനൊന്ന് പറയാം. എന്ത് വിമർശനം ഉണ്ടെങ്കിലും നേരിട്ട് പറയാം, വളരെ സൗമനസ്യത്തോടുകൂടി കേൾക്കും, വളരെ വളരെ കൃത്യമായിട്ട് അതിന് മറുപടിയും പറയും. നടക്കുന്നുമില്ല. അല്ല, ഞാനിപ്പോ കേട്ട എന്റെ പേര് വെച്ച് പറഞ്ഞ വാർത്ത തന്നെ വലിയ കാര്യമാണ്. ശബരിമല വിഷയം UDF ആണ് ഉപയോഗപ്പെടുത്തിയത് എന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിമർശനം അവിടെ ഉയർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ പറഞ്ഞ ആ വാർത്തയിൽ എന്നെ ഉൾപ്പെടുത്തി പിന്നെ അങ്ങനെ ഒരു യോഗത്തിൽ ഒരു വിമർശനവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ശരി, അത് മനസ്സിലായി. അതിന് വിശദീകരണം ഞാൻ എന്തായാലും റിപ്പോർട്ടറോട് തേടുന്നതാണ്. പക്ഷേ അങ്ങ് പറഞ്ഞ രണ്ടാമത്തെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് വിയോജിക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചുകൊണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്യും. ഇത് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലല്ല, ആരുടെയും ചാനൽ, രാഷ്ട്രീയമായ പക്ഷപാതിത്വമുള്ള ചാനലല്ല. സ്വാഭാവികമായി വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും. പക്ഷേ വ്യാജമായിട്ട് ഏതെങ്കിലും വാർത്തകളുണ്ടെങ്കിൽ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാം. തെറ്റുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. ഗോപാലകൃഷ്ണൻ, അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ സ്പെസിഫിക്കായി? തീർച്ചയായിട്ടും ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ ആർക്കും വിമർശിക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ ഞാൻ പറയാം, രാജീവ് ചന്ദ്രശേഖരനെ ആർക്കും വിമർശിക്കാം. ജനാധിപത്യ പ്രക്രിയയിൽ അതിനുള്ള അവകാശമുണ്ട്. റിപ്പോർട്ടർ ചാനലിനല്ല, ഏത് ചാനലിനും വിമർശിക്കാം. പക്ഷെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരനെ വിമർശിച്ചു, ശബരിമലയുടെ വിഷയത്തിൽ വിമർശിച്ചു, മറ്റു ചില കാര്യത്തിൽ വിമർശിച്ചു എന്ന് പറഞ്ഞാൽ ഞാനൊരു 3 പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു ക്ലെയിം ഉന്നയിക്കുന്നു, പോസ്റ്റ് ഇടുന്നു. തൊട്ടു പിന്നാലെ നമ്മളുടെ കേന്ദ്രമന്ത്രി ഒരു പോസ്റ്റ് ഇടുന്നു. അതിന് തൊട്ടു പിന്നാലെ മുൻ പാർട്ടി അധ്യക്ഷൻ ഒരു പോസ്റ്റ് ഇടുകയാണ്. പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി വന്നത് ABVPയുടെ നേട്ടം കൊണ്ടതാണെന്ന്. അങ്ങ് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്? അല്ല, അത് ഞാൻ ചോദിക്കുന്നത് അതല്ലല്ലോ. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ടാവും. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ. ആവശ്യപ്പെടുന്നതായിരിക്കും. എന്താണ് അതിന്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. അത് ഒന്നുകിൽ വാർത്തയായോ അതല്ലെങ്കിൽ അങ്ങയോട് നേരിട്ട് ഞാൻ പറയാം. നമുക്ക് ചർച്ചയിലേക്ക് വന്നാൽ 2025 ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയുമോ? തീർച്ചയായും ഞാൻ ചർച്ചയിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രതിഷേധം ശക്തമായി പറയുന്നു. ഇനി ഞാൻ ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ മിസ്റ്റർ അരുൺകുമാർ, 2019 ദേവസ്വം ബോർഡ് മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ശബരിമലയിൽ വന്ന് അടയിരുന്ന് ഈ ഏർപ്പാടുകൾ ചെയ്ത കാലം മുതലുള്ള അന്വേഷണം നടക്കണം. 2008 മുതൽ. ഇപ്പോൾ 2018 ഞാൻ നിങ്ങളോടൊരു കൃത്യമായ ഒരു കാര്യം സൂചിപ്പിക്കാം. 2018 അതൊന്നും ഇപ്പോൾ ഹൈക്കോടതി അന്വേഷിക്കുന്നില്ല. 2018 ഏതാണ്ട് 6/8/2018 ഒരു ഉത്തരവുണ്ട്. അത് റിപ്പോർട്ടർ ചാനലിന് കിട്ടിയോന്ന് എനിക്കറിയില്ല. അത് ഒരു ചാനലിനും കിട്ടാൻ സാധ്യതയില്ല. അത് വാതിൽ ഇളക്കുന്നതിൻ്റെയും വാതിലിൻ്റെ മേൽക്കൂരയുടെയും ബന്ധപ്പെട്ട ഒരു ഉത്തരവാണ്. അതും കൊണ്ടുപോയത് പോറ്റി തന്നെയാണ്. അതിൻ്റെ ഉത്തരവ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വാസ്തവത്തിൽ ഇതിൻ്റെ അന്വേഷണം ഈ 2025 2019 മാത്രം നിൽക്കേണ്ടതല്ല. ശബരിമലയിൽ നടക്കുന്ന കൊള്ളയുടെ അതിൽ ദ്വാരപാലകന്മാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഹൈക്കോടതി അന്വേഷിക്കുന്നത്.
ദ്വാരപാലക വിഷയം മാത്രമല്ല സാർ. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള അവിടുത്തെ മുതിർന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അടക്കമുള്ള ആളുകളെ പറ്റി, അതിൻ്റെ ഇടപാടുകളെ പറ്റി കൃത്യമായി അന്വേഷിക്കണം. ആ അന്വേഷണം ഈ വാതിൽ മാറ്റി, പഴയ വാതിൽ ഇവിടെ ഇപ്പം 2 ദ്വാരപാലകരെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു. ഞാൻ ഇന്നലെ ശബരിമലയിലായിരുന്നു. ആ ശബരിമല ദർശനത്തിൽ ഞാൻ ഈ ദ്വാരപാലകരുടെ ഇത് വളരെ കൃത്യമായി നോക്കി. ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ ശബരിമല ദർശനം നടത്തിയ ആളാണ് ഞാൻ. അന്നൊക്കെ കാണുന്ന ദ്വാരപാലകരല്ല 2018-ലും 2019-ലും ഒക്കെ കണ്ട ദ്വാരപാലകരല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പഴയ ദ്വാരപാലക ശില്പം എവിടെ പോയി? വാതിലിൽ, ആ വാതിൽ ഞാനൊന്ന് പറഞ്ഞു തീർന്നോട്ടെ. ആ വാതിലിൻ്റെ മേൽക്കൂരയും വാതിലും മാറ്റി. ആരോട് ചോദിച്ചു മാറ്റി? 30 കിലോ തനി തങ്കമാണ് UB ഗ്രൂപ്പ് കൊടുത്തത്. ആ 30 കിലോ ആ തനി തങ്കം എവിടെ, ഏത് മാർഗത്തിൽ ചെലവാക്കി, എവിടെയൊക്കെ പൊതിഞ്ഞു, ഏതൊക്കെ പാളിയിൽ പൊതിഞ്ഞു? ഇപ്പം നേരത്തെ മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞത് ഞാൻ ഇടയിലൊന്ന് മറുപടി പറഞ്ഞോട്ടെ. അനിൽകുമാർ 2 കാര്യം പറഞ്ഞു. സ്വർണം പൂശല്ല അനിൽകുമാറെ, സ്വർണത്തിൽ പൊതിയുകയാണ് ചെയ്തത്. പൂശലും പൊതിയലും 2ആണ്. പത്മകുമാർ, നിങ്ങളുടെ മുൻ ദേവസ്വം പ്രസിഡന്റ്, CPM-ൻ്റെ നേതാവ്, അദ്ദേഹം പറഞ്ഞത് ഇത് ചെമ്പാണെന്നാണ്. പരസ്യമായിട്ട് റിപ്പോർട്ടർ ചാനലും അത് കൊടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് സ്വർണമേ അല്ല, ഇത് ചെമ്പാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പം അദ്ദേഹം പറഞ്ഞെന്താ, ഇപ്പം അനിൽകുമാറിന് രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞെന്താ, ഇങ്ങനെ പടം ഒക്കെ ഇറക്കാൻ പാടുമോ? താങ്കളോട് ചോദിച്ചേ അരുൺകുമാറിനോട്. അരുൺകുമാറെ, പോറ്റിയുടെ കൂടെയൊക്കെ നിന്ന് പടം എടുക്കുമ്പോൾ ആ വിശ്വാസ്യത വേണ്ടേ? അരുൺകുമാർ ചെയ്യാൻ പാടുമോ? എൻ്റെ അനിൽകുമാർ, ഇത് ആദ്യം ചോദിക്കേണ്ട ആരോടാണെന്നറിയോ? പിണറായി വിജയനോടാ. പിണറായി വിജയൻ പോറ്റിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തല്ലോ. പിണറായി വിജയൻ പോറ്റിയോടൊപ്പം നിന്ന് ഭീമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താക്കോൽ കൊടുത്തല്ലോ. വേണ്ട, കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുമായി ചേർന്നിട്ടല്ലേ ആ വീടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടായത്? ഇത് അയ്യപ്പൻ്റെ സ്വത്താണെന്ന് പരസ്യമായി അന്ന് പറഞ്ഞില്ലേ കടകംപള്ളി സുരേന്ദ്രൻ? അവർക്കൊന്നും ഇല്ലാത്തതാണല്ലോ ഇപ്പം താങ്കൾ പറയേണ്ടത്. ആദ്യം അവരോടാണ് പറയേണ്ടത് അനിൽകുമാറെ. പിന്നെ അനിൽകുമാർ പറയുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഉദ്യോഗസ്ഥനിലും ഈ പോറ്റിയെയും മാത്രം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, CPM. അതുകൊണ്ടാണ് BJP പറയുന്നത് 2019 നേരത്തെ അരുൺകുമാർ ഒരു ചർച്ചയിൽ ചോദിക്കുന്നത് കേട്ടു, നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഹൈക്കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥ അന്വേഷണത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? 2018 കുറിച്ച് അന്വേഷിക്കണം സാർ. അതിന് മുമ്പ് നടന്ന കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണം സാർ. വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ട സ്വർണം അന്വേഷിക്കണം. വൻ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. 30 കിലോ സ്വർണം, തങ്കം, അത് അടിച്ചു മാറ്റിയതിൻ്റെ അന്വേഷണം ശബരിമലയിൽ നടക്കണം. അതുകൊണ്ടാണ് CBI അന്വേഷണം നടക്കണം എന്ന് ഞങ്ങൾ പറയുന്നത്. CBIയെക്കുറിച്ച് മറ്റു പല അഭിപ്രായം, അതൊക്കെ വേറെ വിഷയം. CBI അന്വേഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ഈ 2025 ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവനാണ് ഒന്നാമത്തെ കള്ളൻ. മേൽനോട്ടത്തിൽ ഇന്നിപ്പോ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീ B. ഗോപാലകൃഷ്ണൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇതൊരു എക്സ്ട്രാ ഓർഡിനറി കേസ് ആയതുകൊണ്ട് തന്നെ അതിൽ മോണിറ്ററിംഗ് നേരിട്ട് ഹൈക്കോടതി നടത്തുകയും അതിൽ ഈ വലിയ രീതിയിൽ കളവ് നടന്നതിനെ കുറിച്ചുള്ള അന്വേഷണം വെൽ കൺസിഡേർഡ് ആൻഡ് കാലിബ്രേറ്റഡ് മാനറിലാണ് SIT നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത് വിശ്വാസമല്ലേ BJPക്ക്? ഞാൻ 2 കാര്യം താങ്കളാ ചോദിച്ചാൽ ഉത്തരം പറയാം. ഒന്നാമത്തെ കാര്യം, CBI അന്വേഷിക്കണം എന്ന് BJP പറയാനുള്ള കാരണം ഇത് നേരത്തെ മുതലുള്ള അന്വേഷണം വേണമെന്ന്. ശബരിമലയിലെ കൊള്ള എന്ന് പറയുന്നത് 2019 ദ്വാരപാലക ശില്പങ്ങൾ തട്ടിക്കൊണ്ടുപോയത് മാത്രമല്ല, അവിടെയാണ് ഹൈക്കോടതിയുടെ അന്വേഷണം വരുന്നത്. അവിടെയാണ് നിങ്ങൾ ഈ പറഞ്ഞ SIT ഒക്കെ വരുന്നത്. അവിടെയാണ് ഇത് ഉദ്യോഗസ്ഥനും മനസ്സിലാവും. അതല്ലാതെ ഏത് കേസിന്റെ പുറത്ത് CBI അന്വേഷണം നടത്തും? ഞാൻ പറയട്ടെ. ഞാൻ പറഞ്ഞല്ലോ 2019 ദ്വാരപാലക, ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, ഞങ്ങൾക്കത് പറയാനുള്ള അവകാശമുണ്ട്. ഞങ്ങൾ CIT അന്വേഷണം, ആ അന്വേഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. അത് ഞങ്ങൾ പറയും. അതിലെ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് നടന്ന കൊള്ള അത് പറയണം, നമ്പർ 1. നമ്പർ 2, ഇതിലെ പ്രധാനപ്പെട്ട കള്ളൻ ഇന്നത്തെ പ്രസിഡന്റാണെന്ന്. ഇന്നത്തെ പ്രസിഡന്റ് അറിയാതെ നമ്മൾ ഈ വെള്ളരിക്കപ്പെട്ടനാണോ ഈ കേരളം? ശബരിമലയിൽ പോയിട്ട് ഒരു നെയ്ത്തേങ്ങയുമായിട്ട് നമ്മൾ ശബരിമലയിൽ പോയാൽ, ഞാൻ ഇന്നലെ പോയ ആളാണല്ലോ, ഒരു നെയ്ത്തേങ്ങയുമായിട്ട് ക്യൂ നിൽക്കുന്ന എത്ര ജനങ്ങളാ. ഞാൻ ഇന്നലെ പകല്
അവിടെ എത്തിയിട്ട് ഞാൻ അതും കൂടി ഒന്ന് പറഞ്ഞോട്ടെ അരുണേ, ഒരു അനുഭവം പറയുകയാണ്. ഇന്നലെ പകൽ ആ ശബരിമലയിൽ ദർശനം നടത്തിയിട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി, കാരണം നമുക്ക് വെള്ളം കൊണ്ടുപോകാൻ പറ്റില്ല, പ്ലാസ്റ്റിക് കുപ്പിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ദേവസ്വമാണ് പച്ചവെള്ളം നമ്മൾ കുടിക്കുന്നതും ശരിയല്ല, ചൂടുവെള്ളം തരണം. ഒരു കപ്പ് വെള്ളം കിട്ടാൻ മണിക്കൂറുകളോളം നടന്നു. നിങ്ങൾ വേണം നിങ്ങളുടെ ആൾക്കാരോട് ചോദിക്കുക. ഞാൻ പോലീസുകാരോട് ചോദിച്ചു, ഇവിടെ വെള്ളമില്ലേ? വെള്ളമുണ്ട്, അങ്ങോട്ട് പോകണം. എങ്ങോട്ട് പോകണം? ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുന്ന ദേവസ്വത്തിന് ഒരിത്തിരി വെള്ളം ഭക്തർക്ക് കൊടുത്തൂടെ? രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇന്നത്തെ പ്രസിഡന്റ് ഉണ്ടല്ലോ പ്രശാന്ത്, അവനാണ് ഒന്നാമത്തെ കള്ളൻ. കാരണം ഈ സ്മാർട്ട് ക്രിയേഷൻ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ മാസം, അതായത് തിരുവല്ലം ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് 1-2 ചാനലിൽ വരികയും ചെയ്തു. നിങ്ങളും അത് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻ തെക്കേ ഇന്ത്യയിൽ സുതാര്യമായി ഇത് ചെയ്യുന്ന ഒരു സ്ഥാപനവുമില്ല. പിന്നെ ഇതിനകത്ത് കൊടുത്തയച്ചത് നമ്പർ 1. നമ്പർ 2, 2019 ശേഷം നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, ഈവൻ വിശ്വാസ സംഗമത്തിന് ചെലവാക്കിയ പണം ഹൈക്കോടതിയോട് പറഞ്ഞല്ലോ ഞങ്ങൾ ദേവസ്വം ബോർഡ് ചെലവാക്കില്ല എന്ന്. ഇപ്പോൾ വരുന്ന വാർത്ത എന്താണെന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ, ഞാൻ ഇപ്പോൾ തീർക്കാം, പത്മകുമാർ, അതുപോലെ ഈ പ്രശാന്ത്, ഈ കള്ളന്മാരെ വാസവനടക്കമുള്ള സ്വർണ്ണക്കൊള്ളയുടെ, വാസ്തവത്തിൽ ആലിബാബയും 41 കള്ളന്മാരും എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിലെ ആലിബാബ ഒന്നും അറിയാതെ നിൽക്കാന്ന്, ഈ 41ാമത്തെ അവനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ടാണ് പോറ്റി പറഞ്ഞത്, എന്നെ കുടുക്കിയ വരെ എനിക്കറിയാം, പോറ്റി വെറും ബിനാമിയാണ്. ശരി, ഇതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തേണ്ടത്. സർക്കാരിലേക്ക് കൊണ്ടുപോയി, ഞാൻ ഇപ്പം തീർക്കാം, ഒറ്റ മിനിറ്റ്, സർക്കാരിലേക്ക് കൊണ്ടുപോയി, പോറ്റിയിലേക്ക് കൊണ്ടുപോയി ഈ അന്വേഷണത്തെ മയപ്പെടുത്താൻ. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, അതും കൂടി പറഞ്ഞോട്ടെ. അത് അരുൺകുമാർ ഇന്നലെയും ചോദിക്കുന്നത് കേട്ടു, ഇപ്പം എന്നോടും ചോദിച്ചു. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ SIT ആയാലും ശരി, വിജിലൻസ് ആയാലും ശരി, ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത് ദേവസ്വം ബോർഡല്ല, ഹൈക്കോടതിക്ക് നിർദ്ദേശിക്കാം. ഇപ്പോൾ അതെ, നിങ്ങളിപ്പോൾ തുടക്കത്തിൽ ഇന്നത്തെ ചർച്ചയുടെ തുടക്കത്തിൽ അരുൺകുമാർ അതിൻ്റെ ഉത്തരം പറഞ്ഞു കൃത്യമായിട്ട്. താങ്കൾ തന്നെ പറഞ്ഞു അനിൽകുമാറിനോട് സംസാരിക്കുമ്പോൾ ഈ വിജിലൻസിന്റെ കാര്യവും ബാക്കിയുള്ള കാര്യവും 2019 കാര്യം വെച്ച് താങ്കൾ പറഞ്ഞു 2019 പക്ഷേ അതിന് അനിൽകുമാർ നൽകിയ വിശദീകരണം 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഈ സ്ഥാപനത്തിൽ ഇത് കൊടുത്തു വിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമുണ്ടാവില്ലേ? ഇപ്പോൾ 2 ഗ്രാം കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് 2025-ൽ ഒരു തൂക്കം കുറഞ്ഞിട്ടില്ല ശ്രീ ഗോപാലകൃഷ്ണൻ. അപ്പോൾ എങ്ങനെയാണ് പ്രശാന്തിനെ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുക? 8 ഗ്രാം. ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം അനിൽകുമാറെ മുന്നാടുക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, 2019 വിജിലൻസ് അറിഞ്ഞില്ല, 2019 പോലീസ് അറിഞ്ഞില്ല, 2019 ഒന്ന് പറയട്ടപ്പാ, നിങ്ങൾ ഇടയ്ക്കിടെ സംസാരിക്കല്ലേ. 2019 വിജിലൻസും പോലീസും ഒന്നും അറിഞ്ഞില്ല, അതുകൊണ്ട് അത് വിശ്വസിക്കണമെന്നൊരു ചോദ്യം മിസ്റ്റർ അരുൺകുമാർ ചോദിച്ചു. 2019 പോലീസിനും വിജിലൻസിനെയും അരുൺകുമാർ വിശ്വസിക്കുന്നില്ല, 2025 SIT ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കാത്തതിന്റെ കാരണം നിലവിൽ നമ്മൾ തൃപ്തരാണ്. അതുകൊണ്ടാണ് കാര്യങ്ങൾ പുറത്തു വരുന്നത്. എനിക്കൊരു ഇടവേള കൂടി വേണം, മറ്റ് 2 അതിഥികൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് CPM പ്രതിനിധി N ശ്രീകുമാർ, കോൺഗ്രസ് യാത്രികൻ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, BJP പ്രതിനിധി CA രാധാകൃഷ്ണൻ, ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ഇവരാണ് നമുക്കൊപ്പം. ഞാൻ N ശ്രീകുമാറിലേക്ക് പോകുന്നു. N ശ്രീകുമാർ, അധികരിച്ചു പോയെന്നറിയാം സമയമെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന ഇടക്കാല ഉത്തരവിൽ പറയുന്ന 3 ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെയും വെട്ടിലാക്കുന്നു. ഒന്ന്, 2025-ൽ ദേവസ്വം കമ്മീഷണർ തന്നെ ഈ സുതാര്യമല്ല ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഇടപാടുകൾ എന്ന് നേരത്തെ കത്തെഴുതിയിട്ടും പിന്നീട് 7 ദിവസം അദ്ദേഹം തന്നെ മലക്കം മറിഞ്ഞ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ കയ്യിൽ തന്നെ വീണ്ടും പാളികൾ ഏൽപ്പിച്ചത്. 1. 2, 2019-ൽ ഈ വീഴ്ച സംഭവിച്ചത് മറച്ചുവെക്കാൻ വേണ്ടിയാണോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ഇപ്പോൾ അതേ സ്പോൺസറുടെ കയ്യിൽ കൊടുത്തുവിട്ടത് എന്നുള്ള ചോദ്യം. ഇതുവരെയും നമ്മൾ കേട്ടത് 2019-ലെ കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഉത്തരവാദിത്വമുണ്ടെന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ മാറുന്നത്? N ശ്രീകുമാർ. നോക്കൂ ഡോക്ടർ അരുൺകുമാർ, ഇന്നത്തെ കോടതിയുടെ റിപ്പോർട്ടോടെ CPM കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്.
ദേവസ്വം ബോർഡ് ഭരിച്ച അതുപോലെ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത CPM-ന് ഇനി ഒരുപാട് കാര്യങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ അഡ്വക്കേറ്റ് അനിൽകുമാർ ന്യായീകരിക്കാൻ ശ്രമിച്ചെങ്കിൽ ആ ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് ദിവസങ്ങളെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ പ്രസംഗിച്ചപ്പോഴും അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധമൊക്കെയാണ് പ്രസംഗിച്ചത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു ബഹിസ്ഫുരണമാണെന്ന് കേരളം കണക്കാക്കുന്നു. കാരണം അഴീക്കോട് സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അയ്യപ്പൻ്റെയും ബാവരുടെയും കഥയല്ലല്ലോ സാധാരണ രീതിയിൽ അവർ പറയാറുള്ളത്. അപ്പോൾ CPM-നെ ഗ്രസിച്ചിരിക്കുന്ന ഈ ഭയം ഇന്നത്തേതോടുകൂടി കൂടുതൽ വിപുലപ്പെടുകയാണ്. 2019 വീഴ്ച വന്നു എന്ന് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം 2019 മുതൽ 25 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ കാലഘട്ടം മുഴുവൻ CPM ഭരണത്തിലുള്ള ദേവസ്വം ബോർഡും CPM മന്ത്രിമാരുള്ള ദേവസ്വം വകുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തിൽ ഇതുവരെ പ്രതിപക്ഷവും UDF-ഉം പറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുകയാണ്. കാരണം കോടതി എന്ന് പറഞ്ഞത് വലിയ ഗൂഢാലോചന നടന്നതാണ്. അതായത് ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും നേരിട്ട് രാഷ്ട്രീയ തലത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ രാഷ്ട്രീയ തലത്തിലേക്ക് എത്തുമ്പോൾ ഇവിടെ ശ്രീ അനിൽകുമാർ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടർ ചാനൽ ഇറക്കിയ പോസ്റ്റർ, റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല ഏതെങ്കിലും ചാനലുകളൊക്കെ ഇറക്കുന്ന ഈ ചർച്ചയുടെ പോസ്റ്ററുകളിൽ എന്തിനാണ് CPM നേതാക്കളുടെ പടം എന്നൊരു ചോദ്യമുണ്ട്. അതിൽ ഡോക്ടർ അനിൽകുമാറിനോട് കൂട്ടിച്ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ആ പടം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ഭരണകാലം CPM-ൻ്റേതായതുകൊണ്ടും ഈ കേസിലെ 8ാം പ്രതിസ്ഥാനത്ത് വന്ന ദേവസ്വം ബോർഡിനെ നയിച്ചത് ആരാണെന്ന് അറിയുന്നത് കൊണ്ടൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് CPM-നെ മാത്രം ഗ്രസിക്കുന്ന ഒരു അന്വേഷണത്തിൻ്റെ കഥകളാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ കോടതിയിൽ നിന്ന് ആ ഇടക്കാല റിപ്പോർട്ട് വാങ്ങിച്ചു, വളരെ രഹസ്യമായിട്ട് വാങ്ങിച്ചു. കോടതി മാത്രം അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ പോലീസാണ് അന്വേഷിക്കുന്നത്, അത് ഞങ്ങൾ എല്ലാവരെയും പിടിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നമുക്കറിയാം, ആ ഉൾവേദന നമുക്കറിയാം. ഇത് കോടതി നേരിട്ട് പിടിച്ച ഒരു മോഷണമാണ്. അതുകൊണ്ടാണ് കോടതി ഇന്ന് പറയുന്നത് എല്ലാം കൃത്യമായിട്ട് രഹസ്യമായിട്ട് തന്നെ തരണം. അതുമാത്രമല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് പൂർണ്ണമായ ഒരു ചുമതലയും കൊടുക്കുന്നു. അതിനിടയ്ക്ക് CBI അന്വേഷണം വേണം എന്ന് BJP ആവശ്യപ്പെടുന്നുണ്ട്. ഈ ആവശ്യം UDF-ഉം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ UDF ഒരു കാര്യം കൂടെ വെച്ചിട്ടുണ്ട്, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം. BJPക്ക് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണത്തിനോടാണോ യോജിപ്പ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. CBI അന്വേഷിക്കണമെന്ന് BJP-യും പറയുന്നുണ്ട്, UDF-ഉം പറയുന്നുണ്ട്. UDF പറയുന്നത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള CBI അന്വേഷണം ഉണ്ട്. BJPക്ക് അത് വേണോ എന്നുകൂടി അറിഞ്ഞാൽ കൊള്ളാം. മറ്റൊരു കാര്യം ശ്രീ അരുൺകുമാർ ചോദിച്ചത്, ഈ സ്വർണ്ണപ്പാളികളും ദ്വാരപാലകരുടെ സ്വർണ്ണ കവചങ്ങളുമൊക്കെ കടത്തിയ കാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് ഭരണകാലമാണ്. ആ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുമ്പോൾ വേറെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരിൽ 90%വും UDF ആണെന്ന് ഇന്നലെ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ വേറൊരു CPM പ്രതിനിധി പറഞ്ഞത് ഡോക്ടർ അരുൺ ഓർമ്മയുണ്ടല്ലോ. ഇന്നിപ്പോൾ പമ്പാ സംഗമം നടത്തിയത് ആ പ്രതിസ്ഥാനത്തുള്ള ഒരാളാണെന്ന് പത്രത്തിലുണ്ട്. പമ്പാ സംഗമത്തിലെ അടുക്കളയുടെ മേൽനോട്ടം വഹിച്ചത്. അപ്പോൾ CPM-ആയിട്ടുള്ള ബന്ധമുണ്ടല്ലോ. പിന്നെ ഇവരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നേക്കോ INTUC ജില്ലാ പ്രസിഡൻ്റ് കാലം, INTUC ജില്ലാ പ്രസിഡന്റ് ഇതിലൊരു ബന്ധവുമില്ല, അത് വേറൊരു പേരുകാരനാണ്. INTUC ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഒരു G. ബിജു ആണ്, അദ്ദേഹത്തിന് ഇതിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ ഇവരതും കൂട്ടി പറയുന്നുണ്ട്, അതൊക്കെ പറഞ്ഞിട്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമാണെന്നും പോലീസ് റിപ്പോർട്ട് കൃത്യമായി കോടതിക്ക് കൊടുക്കുന്നുണ്ടെന്നും കോടതി അത് വ്യക്തമായി പരിശോധിക്കുന്നുണ്ടെന്നും ഏത് അന്വേഷണം കോടതിയാണ് ഇടുന്നതെന്നും അതിന് ഗവൺമെൻറ്റിനൊരു ബന്ധവുമില്ലെന്നൊക്കെ വരുമ്പോൾ ഈ വൻ ഗൂഢാലോചന എന്നിതൊക്കെ റിപ്പോർട്ടുകളാണ്. അരുൺകുമാറിൻ്റെയിലുള്ള ഈ കോടതിയുടെ ആ നിർദ്ദേശങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല, നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് വെച്ച് നോക്കുമ്പോൾ കോടതിയുടെ അന്വേഷണം വളരെ നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ആ അന്വേഷണത്തിലെ രാഷ്ട്രീയ ഗൂഢാലോചന ഉന്നതരിലേക്ക് എത്തുമ്പോൾ ആരാണതിൽ പെടുക എന്നുള്ളതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ ചില ചിന്തകളുണ്ട്. അതെല്ലാം പൂർണ്ണമായി ശരിയാവണമെന്നില്ല. പക്ഷേ
അത് ന്യായീകരിച്ച് നോക്കാനുള്ള ഒരു CPM-ന്റെ തീരുമാനം അവരെ തന്നെ അത് കുഴിയിൽ ചാടിക്കുമെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു വരുന്ന കാര്യങ്ങളൊക്കെ 10 ഗ്രാം കൂടിയില്ലേ, 8 ഗ്രാം കൂടിയില്ല, അതല്ലല്ലോ വിഷയം. 10 ഗ്രാം എങ്ങനെ കൂടാനുള്ള ചർച്ചയുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായി? കൂടിയതിനെ കുറിച്ച് പറയുന്നത് 409 ഗ്രാം കാണാതായതിന്റെ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇടക്കാല ഉത്തരവ്. അല്ല ഡോക്ടർ അരുൺ, ഞാൻ പറയട്ടെ 5 ഗ്രാം കൂടിയോ 2 ഗ്രാം കൂടിയോ എന്നുള്ളതല്ലോ. ഇത് ചർച്ച ചെയ്യാനുള്ള പശ്ചാത്തലം എന്താണ്? അവിടുന്ന് സ്വർണ്ണം അടിച്ചെടുത്തോണ്ട് പോയതല്ലേ? അത് ആര് കൊണ്ടുപോയി എന്ന് വെക്കുമ്പോൾ ബോർഡ് എങ്ങനെ പ്രതിസ്ഥാനത്ത് വന്നു അത് അന്വേഷിക്കണ്ടേ? ഈ ബോർഡെന്ന് വെച്ചാൽ CPM ഭരിച്ച ബോർഡാണ്. അതുകൊണ്ടാണ് ഇതിൽ മറ്റുള്ള UDF കോൺഗ്രസോ ഒന്നിൽ വരാത്തത് കൊണ്ടാണ്. BJP പിന്നെ ആ ഒരു സംവിധാനത്തിൽ ഇപ്പം ഇല്ല. അതുകൊണ്ടാണ് UDF-ന്റെ പടങ്ങളൊന്നും അതുകൊണ്ട് വരില്ല. അഡ്വക്കേറ്റ് അനിൽകുമാർ, വരുന്ന പടങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ചിത്രങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലത്തൊന്നും സ്വർണ്ണം കളവ് പോയതായി പാത്രം മാത്രമേ കളവ് പോയിട്ടുള്ളൂ. അത് അക്കാലത്താണ്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പോറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമല്ല. അല്ലല്ല, ഞാൻ അതല്ല പറഞ്ഞ, ആ പടമല്ല ഞാൻ പറഞ്ഞ, ഞാൻ പോസ്റ്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. ശരി, അത് ശരിയാണ്. നിലവിലുള്ള ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരോപണത്തിലേക്ക് വന്നിട്ടില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഒന്ന് ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണറിലേക്ക് കൂടി പോയി വരട്ടെ. മനസ്സിലായി. ഞാൻ ഒന്ന് കമ്മീഷണറിലേക്ക് പോയി ആളുകൾക്ക് തെറ്റിദ്ധാരണ വരാൻ പാടില്ല. അതായത് ഞാൻ പറഞ്ഞത് 2019 മുതൽ ഭരിച്ച 6 ഗവൺമെന്റുകളിൽ 2 UDF ഗവൺമെന്റ് ഉണ്ട്. അക്കാലത്തുള്ള ഒരു ബോർഡ് പ്രസിഡന്റിന്റെയും പടമോ ഒരു ദേവസ്വം മന്ത്രിയുടെ പടമോ എന്തായാലും ഈ പോസ്റ്ററിൽ വരില്ല. മറ്റേ ചിത്രങ്ങളല്ല, ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് ചിത്രമല്ല ഞാൻ പറഞ്ഞതെന്ന് പ്രത്യേകം രാധാകൃഷ്ണൻ വളരെ വ്യക്തമായി ഇന്നത്തെ ഇടക്കാല ഉത്തരവിൽ പറയുന്നൊരു കാര്യമുണ്ട്. 2025 ഈ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് പ്രശാന്ത് ധൃതി പിടിച്ച് ഇത് സ്മാർട്ട് ക്രിയേഷൻസിനെ ഏൽപ്പിക്കണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ കമ്മീഷണറെ ഉദ്ധരിച്ചുകൊണ്ട് കോടതി കണ്ടെത്തുന്നത്. അത് 2019 കളവ് മറയ്ക്കാൻ വേണ്ടിയാണ് എന്ന ഗുരുതരമായ ഒരു സാധ്യത, ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി എന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെ ഒരു സാധ്യത കൂടി വിരൽ ചൂണ്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം 2019 മാത്രമല്ല 2025 ദേവസ്വം ബോർഡ് ഭരണസമിതിക്കുമുണ്ടെന്ന് കരുതേണ്ടി വരുമോ? CR രാധാകൃഷ്ണൻ. ഡോക്ടർ അരുൺ, ഞാൻ 2023 ജൂൺ 30 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിന്യായമുണ്ട്, ഡിവിഷൻ ബെഞ്ചിൻ്റെ. ആ വിധിന്യായത്തിൻ്റെ ഓപ്പറേറ്റിംഗ് പാർട്ട് ഒന്ന് വായിക്കാം. ഇൻ സച്ച് സർക്കംസ്റ്റാൻസസ് ദിസ് DBP ഈസ് ഡിസ്പോസ്ഡ് ഓഫ് ബൈ ഡയറക്റ്റിംഗ് ദ തേർഡ് റെസ്പോണ്ടന്റ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആൻഡ് സെക്കൻഡ് റെസ്പോണ്ടന്റ് ദേവസ്വം കമ്മീഷണർ ആൻഡ് ആൾസോ ദ സിക്സ്ത് റെസ്പോണ്ടന്റ് തിരുവാഭരണം കമ്മീഷണർ to ensure that such activities in Srigovil of Shabarimala Sri Dharmashastra temple are undertaking hereafter only with prior intimation well in advance to the Special Commissioner Shabarimala so as to enable him to file report before this court if found necessary, സീക്കിംഗ് അപ്രോപ്രിയേറ്റ് ഓർഡേഴ്സ്. ഇതാണ് 2023 ജൂൺ 30 കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ ഓപ്പറേറ്റിംഗ് പാർട്ട്. 2023 അത് വിധിന്യായമാണ്. അപ്പോൾ 2025 ഈ സാധനം എടുത്തോണ്ട് ഈ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് മുഴുവൻ വയലേറ്റ് ചെയ്ത് എടുത്തോണ്ട് പോയത് കുറ്റമാണോ ഇല്ലയോ എന്ന് പൊതുസമൂഹം തീരുമാനിക്കട്ടെ. 2018 വീഴ്ച കൂടുകയാണ്, സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ. അത് ദേവസ്വം മാനുവലിലെയും സ്റ്റാറ്റ്യൂട്ടറി റൂൾസിൻ്റെയും വയലേഷനാണ്. കാരണം 1999 UB ഗ്രൂപ്പ് ഈ സ്വർണം അമാൽഗമേറ്റ് ചെയ്യുകയും അതിൻ്റെ ഇൻവെൻട്രി അനുസരിച്ച് 30.4 kg സ്വർണം ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയും അത് ദേവധനമായിട്ട് ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും അവിടുത്തെ തിരുവാഭരണം രജിസ്റ്ററിൽ എൻ്റർ ചെയ്യുകയും ചെയ്ത സാധനമാണ്. അതിനെ ഇനി പിന്നെ
ദേവസ്വം ബോർഡിൻ്റെ ധനമായി തീർന്നാൽ, അതിൻ്റെ സ്ഥാവര സ്വത്തായി തീർന്നാൽ, അതിന്മേലുള്ള അറ്റകുറ്റപ്പണികൾ, അതിന്മേലുള്ള മോഡിഫിക്കേഷൻസ്, അതിന്മേലുള്ള മറ്റ് നടപടികൾ, ശ്രീകോവിലിൻ്റെ തൊടുപണികൾ, ഇതൊക്കെ ചെയ്യുന്ന, ഇത് ശ്രീകോവിലിൽ പറ്റിച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ശ്രീകോവിലിൻ്റെ തൊടുപണികൾക്ക്, ടച്ചിങ് പണികൾക്ക് പ്രത്യേക നിയമങ്ങളുണ്ട്, ദേവസ്വം മാനുവലിൽ റൂളുണ്ട്, അത് സ്റ്റാറ്റ്യൂട്ടാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി റൂളിൻ്റെ വയലേഷനാണ് അന്ന് കാണിച്ചിരിക്കുന്നത്. കാരണം പാർട്ട് 3 11ാം ചാപ്റ്ററിൽ റൂൾ 38 ക്ലിയർ പറയുന്നുണ്ട്, വിത്തിൻ ദ പെർമിസസ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് എ സീനിയർ ഓഫീസർ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് വയലേറ്റ് ചെയ്തു. അത് 2018. അതുപോട്ടെ, അതൊക്കെ വേറെ കാര്യങ്ങളാണ്. രാഷ്ട്രീയമൊന്നും, എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ബട്ട് 2024 ഒരു ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ 2025 വീണ്ടും അതേ കുറ്റം ചെയ്യുമ്പോൾ ഈ 2023 വ്യക്തമായ കോർട്ട് ഓർഡറിന്റെ വയലേഷൻ അല്ലേ? അപ്പോൾ 1 സ്റ്റാറ്റ്യൂട്ടറി വയലേഷൻ, 2 കോർട്ട് ഓർഡറിന്റെ വയലേഷൻ. 2025 പറയുന്നത് ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ കൊണ്ടുപോയി എന്ന വീഴ്ച മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അത് പിന്നീട് ഒരു മാപ്പപേക്ഷയായി തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും വിശദീകരിക്കുന്നത്. മന്ത്രിയും അങ്ങനെ തന്നെയാണ് വിശദീകരിച്ചത്. ഡോക്ടർ അത് തെറ്റാണ്. ദേവസ്വം ബോർഡിൽ 1954 ഒരു സ്റ്റാറ്റ്യൂട്ടറി റൂളുണ്ട്. ഈ തിരുവാഭരണങ്ങളും ക്ഷേത്രത്തിൽ ടച്ച് ചെയ്തിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതിന്, റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു നിയമമുണ്ട്. ആ നിയമം ലംഘിച്ചു എന്ന് 2018 ലംഘിച്ചു. പിന്നീട് ഇനി അത് അമെൻഡ് ചെയ്യുന്നത് വരെ, ആ റൂൾ മാറ്റുന്നത് വരെ, ആ റൂള് വേണമെങ്കിൽ എമർജൻസി സാഹചര്യങ്ങളിൽ മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കൊടിമരമടക്കം പ്ലേറ്റ് ചെയ്യാൻ പുറത്തു കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആർക്ക് മാറ്റാൻ പറ്റുമെന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ മിസ്റ്റർ അരുൺ? ഒരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് അതിനെ സൂപ്പർസീഡ് ചെയ്യാൻ പറ്റുമോ? അതായത് താങ്കൾ പറയുന്നത് അത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ സന്നിധാനത്ത് ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നാണ് വിശദീകരണം. അതാണ് ഡോക്ടർ അരുൺ അതും പറ്റിയത് കുഴപ്പം. അമാൽഗമേറ്റ് ചെയ്ത മെർക്കൂറിക് പ്രോസസ്സിലൂടെ ഷീറ്റുകൾ ഒട്ടിച്ചു ചേർത്ത് അമാൽഗമേറ്റ് ചെയ്ത ആ പ്രതലത്തിൽ ഒരിക്കലും പൂശാൻ പറ്റില്ല. ആ പ്രതലം ആസിഡ് പ്രോസസ്സിലൂടെ സ്വർണം കണ്ടന്റ് മാറ്റിയതിന് ശേഷമേ അതിനകത്ത് പൂശാൻ പറ്റൂ, ഇലക്ട്രോണിക് പ്രോസസ് ചെയ്യാൻ പറ്റൂ. അതാണ് നിയമം. അത് ടെക്നിക്ക്, അത് ശാസ്ത്രീയ വശമാണ്. പക്ഷെ അവിടെയാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിന്റെ ന്യായീകരണമായിട്ട് അവർ പറയുന്നത്. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഇവിടെ പാനലിസ്റ്റുകൾ ചോദിച്ച ചോദ്യങ്ങളോട് അങ്ങേക്ക് പ്രതികരിക്കാവുന്നതാണ്. അതോടൊപ്പം എൻ്റെ ചോദ്യം, ഈ ഇന്നത്തെ ഇടക്കാല ഉത്തരവ് താങ്കളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് പ്രശാന്തിനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അത് 21/8/2025 തിരുവാഭരണം കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ജോലികൾ വളരെ വേഗത്തിൽ ഏർപ്പാടാക്കാൻ വേണ്ടി സ്പോൺസറുടെ കയ്യിൽ കൊടുക്കണം, അതിനുവേണ്ടി ത്വരിതഗതിയിലാക്കി എന്നുള്ളതാണ്. അതായത് ഒരു സമ്മർദ്ദമുണ്ടായിരിക്കുന്നു, ഒരു പ്രേരണയുണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്ന് 21/8/2025 അതിനെ തുടർന്നാണ് അത് വേഗത്തിലാക്കി കൊടുത്തത് എന്നുള്ളതാണ് കമ്മീഷണറുടെ ഒരു റെഫറൻസ് വെച്ചുകൊണ്ട് കോടതി സംശയിക്കുന്നത്. 2019 ഇതേ സമ്മർദ്ദമുണ്ടെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ടേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സമ്മർദ്ദം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇപ്പോഴത്തെ പ്രസിഡന്റ് ചെലുത്തിയിട്ടുണ്ടോ? ഗൗരവമേറിയ വിഷയമാണ്. അല്ല, എന്തായാലും 2025 ഈ ശില്പങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയപ്പോൾ എത്ര കിലോ തൂക്കമുണ്ട് ഓരോന്നിനും എന്നുള്ളൊരു കണക്കുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴും എത്ര ഉണ്ടെന്നൊരു കണക്കുണ്ട്. ആ കണക്കിലാണ് 8 ഗ്രാം കൂടുതലുണ്ട് എന്ന് അവിടെ രേഖ കൊണ്ട് കണ്ടത്. അത് ഞാൻ എടുത്തു പറഞ്ഞപ്പം അവിടെ സ്വർണം മൂട്ടിച്ചതിനെന്തോ ഞാൻ കൂട്ടുവന്നു, അവിടെ സ്വർണം മൂട്ടിച്ചില്ലേ എന്ന് ഒരു ചോദ്യമോ ഉത്തരമോ ആരോ പറയുന്നത് കേട്ടു. അരുണാണ് പറഞ്ഞു എന്നൊരു സംശയം. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചോ? അവിടെ പോറ്റി കട്ടില്ലെന്നാണോ നമ്മുടെ വാദം? പോറ്റി കൊള്ളക്കാരനാണെന്നും മൂട്ടിച്ചാണെന്നുമല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ പോറ്റി സ്പോൺസർ പോറ്റിയായിരുന്നു. സ്പോൺസർ എങ്ങനെ പോറ്റിയായി? ഉമ്മൻചാണ്ടിയല്ലേ 2004 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തല്ലേ പോറ്റി ശബരിമല കയറി കൂടിയത്? ഞങ്ങൾ ആരെങ്കിലും ഒളിച്ചു കിടത്തിയതാണോ? 2004 പത്മകുമാർ പറയുന്നത് 2007 എന്നാണ്.
VS-ന്റെ കാലത്ത് അല്ലല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അല്ലല്ല, 2004 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്, പത്മകുമാർ. അല്ലല്ല, അല്ല, ഞാൻ പറയട്ടെ. 2007-ലാണ് അഡ്വക്കേറ്റ് അനിൽകുമാർ, ഒരു മിനിറ്റ്, അഡ്വക്കേറ്റ് അനിൽകുമാർ പത്മകുമാർ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് 2007-ലാണ്. ഞാൻ പറയട്ടെ, എന്റെ സമയം ആകപ്പാടെ 3 മിനിറ്റേ ഉള്ളൂ. ആകപ്പാടെ 3 മിനിറ്റേ ഉള്ളൂ. അല്ല, അതുകൊണ്ട് 2007 പറയാനുള്ളൂ. കുറെ നേരമായിട്ട് വന്നിരിക്കുകയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. എന്തായാലും ഉമ്മൻചാണ്ടി കല്ലിട്ടുണ്ടല്ലോ, 1.71 കോടി രൂപയുടെ പാത്രം മൂട്ടിച്ചത് ഏത് കാലത്താ? ഉമ്മൻചാണ്ടിയുടെ കാലത്താണോ? ശിവകുമാറിന്റെ അനിയൻ പ്രതിയായത് ഏത് കാലത്താ? ശിവകുമാറിന്റെ അനിയൻ ജയകുമാർ എന്ന് പറഞ്ഞ ഒരാൾ വിജിലൻസ് കേസിൽ പ്രതിയായത് ഏത് കാലത്താ? മൂട്ടിച്ചത് അറിയാമല്ലോ ശ്രീകുമാർ സാറിന്. അമ്പലക്കള്ളന്മാർ. പിന്നെ CBI അന്വേഷിച്ചാൽ നന്നായിരിക്കും. ഏത് CBI? ബാബറി മസ്ജിദ് നമ്മുടെ മുന്നിൽ കൂടെ പൊളിച്ചപ്പോൾ ആ കേസ് ആവിയാക്കിയ CBI വേണോ ഇപ്പം അന്വേഷിക്കാൻ? കോൺഗ്രസ്സുകാർക്ക് നല്ല വിശ്വാസമാണല്ലോ. പിന്നെ BJP-ക്കാരെ ബഹുമാനിക്കട്ടെ. അയോധ്യയിൽ പിരിവ് നടത്തി 1/4 നൂറ്റാണ്ട് എത്ര കോടി കൊണ്ടുപോയി? അവസാനം സുപ്രീം കോടതി വിധിച്ചപ്പോൾ സർക്കാരിൻ്റെ കാശെടുത്ത് അമ്പലം പണിതു. BJP ആ കാശ് സ്വാഹ. കണക്കുണ്ടോ BJP-ക്കാരാ? അതുകൊണ്ട് ശ്രീരാമൻ്റെ ഭൂമിയും ശ്രീരാമൻ്റെ സ്വത്തും വിഴുങ്ങിയവരാ നിങ്ങൾ. വേറെ വിഴുങ്ങൽ വേറെ ഉണ്ട്, ഞാൻ ഇതിൻ്റെ കണക്ക് പിന്നെ പറയാം. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ചർച്ച പങ്കെടുക്കുമ്പം ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണ സാറെങ്കിലും ഒന്ന് ആലോചിക്കുക. 30 കിലോ സ്വർണ്ണം ഈ ദ്വാരപാലക ശില്പത്തിലുണ്ടോ? എവിടെയൊക്കെയാണ് 30 കിലോ പൂശിയത് അല്ലെങ്കിൽ ക്ലാഡ് ചെയ്തത്? അതൊക്കെ കണക്കവിടെയുണ്ട്. ആ കണക്കിൽ കുറവുള്ളതിന് ഉത്തരം പറയേണ്ട ഒരു ഉത്തരം പറയും. അവിടെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പ്രശാന്ത് എന്ന് പറയുന്ന ഇന്നത്തെ പ്രസിഡന്റിൻ്റെ കാലത്ത് കൊണ്ടുപോയതിനേക്കാൾ സ്വർണം കൂടുതൽ തിരിച്ചു വന്നു. അതാണ് പോയിന്റ്. എന്നാൽ 2019 സ്വർണം അപഹരിക്കപ്പെട്ടു. അപഹരിക്കപ്പെട്ടതിന് കാരണം ഉദ്യോഗസ്ഥന്മാർ കൂടെ പോയില്ല, പോറ്റിയിടയിൽ കൊടുത്തുവിട്ടു. അതിൽ ദേവസ്വം ബോർഡിന് പങ്കുണ്ടോ? ദേവസ്വം ബോർഡിൻ്റെ തീരുമാനത്തിൽ ദേവസ്വം ബോർഡ് ഒറ്റയ്ക്കൊരു പോറ്റിയിടയിൽ കൊടുത്തുവിടാൻ പറഞ്ഞില്ല. ഇപ്പം ഞങ്ങളുടെ വാദം എന്താണ്? ശബരിമലയിൽ ഒറ്റയ്ക്കൊരു പോറ്റിയും വരണ്ട. അതാണ് അയ്യപ്പ സംഗമം. അതുകൊണ്ട് ഇപ്പോൾ കാണിച്ച ക്രിമിനൽ ബുദ്ധി കാണിച്ച പോറ്റിയാണെങ്കിലും അതോടൊപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഏത് ഉദ്യോഗസ്ഥനും ഉത്തരവാദിത്വമുണ്ട്, നടപടി ഉണ്ടാകും. അതിനപ്പുറത്ത് ഒരാളുടെ പേരിലും ഒരൗദാര്യവും CPM-ന് വേണ്ട. ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കാം. ഇവിടെ CPM ഭയക്കുന്നു, ഒരു ഭയവുമില്ല. CPM-ന് ഒരു ഭയവുമില്ല. ഞങ്ങൾ ഭയന്നല്ലോ. ഖുറാൻ്റെ മറവിൽ സ്വർണം കടത്തി ഭയന്നവരല്ല ഞങ്ങൾ. ഈന്തപ്പഴത്തിൻ്റെയും പിന്നെ മറ്റേയൊക്കെ മറവിൽ സ്വർണം കടത്തി ഭയന്നു പോയവരല്ല ഞങ്ങൾ. K-ഫോൺ അഴിമതിയും മാസപ്പടിയും പിന്നെ മുഖ്യമന്ത്രിയുടെ മകന്റെ ഒരു ചുക്കും ചെയ്യാനില്ല. അത് പറഞ്ഞുതരാം. ഒരു ചുക്കും ചെയ്യാനില്ല. അത് പറഞ്ഞുതരാം. അത് തന്നെ പറഞ്ഞുതരാം. അതാണ് ഞങ്ങളുടെ സംശയം. അങ്ങനെയാണെങ്കിൽ ഗോപാലകൃഷ്ണന്റെ വാദം നിൽക്കും. CBI അന്വേഷണം വേണ്ടി വരുമോ? ഒരു ചുക്കും ചെയ്യാനില്ലെന്ന് അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യുമ്പോൾ ഇന്നിപ്പോ ഹൈക്കോടതി ഉത്തരവിലാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത്. SIT അന്വേഷണത്തിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങ് പ്രിഡിക്റ്റ് ചെയ്യാണ്. ഒന്നും സംഭവിക്കില്ല. മനസ്സിലായല്ലേ? വിശ്വാസം ഭയപ്പെടുത്തുന്നതാണ് അനിൽകുമാർ. ഒരു ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണ്. കാരണം ഇത് തന്നെയാണ് ഞാൻ എന്താ പറഞ്ഞത്. ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു താങ്കൾ. പറഞ്ഞത് പിണറായി വിജയന്റെ ഭാഷ. അത് തന്നെ ഭാഷയാണ്. എന്റെ സമയമാണത്. ഇതെന്റെ പിണറായി വിജയന്റെ ഭാഷയാണ്. നിങ്ങളുടെ സമയമാണ്. അനിൽകുമാർ വിശദീകരിക്കൂ. 1.5 മിനിറ്റ് സമയം. അത് കഴിഞ്ഞ് ഞാൻ ഗോപാലകൃഷ്ണനിലേക്ക് വരാം. 1 മിനിറ്റ് കൂടി. നമ്മൾ സമയം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 മിനിറ്റ്. ഞാൻ ശ്രീകുമാർ സാറിനോട് പറഞ്ഞത് CPM ഭയക്കുകയാണെന്ന് പറഞ്ഞതിനാണ് മറുപടി പറഞ്ഞത്. CPM-ന് വേണ്ടിയാണ് മറുപടി പറഞ്ഞത്. ഒരു ചുക്കും ചെയ്യാനില്ല. നിങ്ങൾ മാസപ്പടി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ED സമൻസ് ഇപ്പം മകനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ഞങ്ങൾക്കെതിരായിട്ട് ഈ പറഞ്ഞ നുണ മുഴുവൻ നിങ്ങൾ എഴുന്നള്ളിച്ച് ഞങ്ങൾ പേടിച്ചില്ല. സ്വർണ്ണക്കടത്ത് നടത്തിയപ്പോൾ ഞങ്ങൾ പേടിച്ചില്ല. ആ പേടിക്കാത്ത CPI പറയുന്നത് ശബരിമലയുടെ കാര്യത്തിലും CPM-ന് ഒരു ഭയവുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഭരണ നടപടിയുടെ ഭാഗമായി വീഴ്ചയുണ്ടോ എന്ന് പരിശോധന ഉണ്ടാകുന്ന ഒരു കുഴപ്പമില്ല. ക്രിമിനൽ ഗൂഢാലോചനയുണ്ടോ? കോടതി ഏതാ അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത്? വെദർ ദർ ഈസ് എനി ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് പോസിബിലിറ്റി അന്വേഷിക്കാൻ പറയുന്നു. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോകുന്നു. അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കാണാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭിമാനത്തോടെയാണ് പറയണത്. ഒരു ചുക്കം ചെയ്യാത്തക്കവണ്ണം രാഷ്ട്രീയമായി ഞങ്ങൾ തലകുനിക്കേണ്ട ഒരു കാര്യവും അതിലുണ്ടാവില്ല.
അതേസമയം ഭരണപരമായ കാര്യങ്ങൾ പരിശോധന പൂർത്തിയാക്കട്ടെ. അതുകൊണ്ട് BJP-ക്കാരും കോൺഗ്രസ്സുകാരും കൂടി കടപറങ്ങാനൊന്നും നടക്കണ്ട. ശബരിമല എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളങ്ങ് പൂതിയിട്ടങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങളൊന്നും ഒരു പൂതിയിട്ട് ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമില്ല. കുറ്റവാളികൾ അത് അടൂർ പ്രകാശിൻ്റെ അടുത്ത് ചെന്നവരാണെങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്ത് ചെന്ന് ഉപകാരം കൊടുത്ത പോറ്റിയാണെങ്കിലും ആ പോറ്റിയെ പിടിക്കും. മനസ്സിലാക്കിക്കോണം. പിണറായി ആ വിജയന്റെ പോറ്റി വെറും മുന്നിൽ പോറ്റിയല്ല. പോയി ഗൂഢാലോചന സമ്മാനിച്ച ആളാണെങ്കിലും കടകംപള്ളി സുരേന്ദ്രനോടൊപ്പം ഇരുന്ന് സ്വകാര്യമായി സംസാരിച്ച ആളാണെങ്കിലും സോണിയാഗാന്ധിയുടെ അടുത്ത് ആ കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് വീട് കൊടുത്താണ് സ്പോൺസർ ചെയ്താണ്. ആ വീട് കൊടുത്താണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മോഷണത്തിന് കൂട്ടല്ല. അവിടെ വീട് കൊടുത്തപ്പോൾ ഒരു ചടങ്ങിൽ പങ്കെടുത്താണോ കുറ്റം? പരിശോധിക്കട്ടെ. അതിന് പകരം എനിക്കറിയില്ല. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന പോറ്റിയുമായിട്ട് അന്നത്തെ ദേവസ്വം മന്ത്രി എന്താണ് രണ്ടുപേരും മാറി നിന്ന് സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. അതെ അരുൺകുമാറിന്റെ ബുദ്ധി എവിടെ കൊണ്ട് വെച്ചെന്ന് എനിക്ക് തീരെ മനസ്സിലായില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പോറ്റി പോലൊരു കള്ളനാണെങ്കിൽ കള്ളനോടനെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ പ്രതിബദ്ധതയുള്ള തെളിഞ്ഞു കഴിഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മഹാനേതാവ് ഇങ്ങനെ എന്തെങ്കിലും കൂടാനം നടത്തുക? നിങ്ങളൊക്കെ ഏത് ലോകത്തെ പൊതുപ്രവർത്തകരെ വിലയിരുത്തുന്നത്? സാർ, അതേ കടകംപള്ളിയുടെ കീഴിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കടത്ത് ഒരു അമ്പലത്തിൽ നടന്നിരിക്കുന്നത്. ഒരു കാര്യത്തിൽ അത് തന്നെയാണ്. അവിടെ ദേവസ്വം ബോർഡിന്റെ ഫയൽ തിരുത്തി, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് തിരുത്തിയവന്മാരെ പിടിക്കണ്ട. സെക്രട്ടറി കൊടുത്തതിനകത്ത് എന്താണോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുള്ളത് ആ മിനിറ്റ്സിന്റെ ഉത്തരവായിട്ടാണ് സെക്രട്ടറി അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആരുടെ ഉത്തരവാദിത്വത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വത്തിൽ. ഉണ്ണികൃഷ്ണൻ നേരത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞത്. ഞാൻ വായിക്കാം. എന്റെ കയ്യിലുണ്ട് ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം. സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ എന്നാണ്. എന്താണ് ഈ ഉത്തരവാദിത്വം? ദേവന്റെ സ്വത്തിൽ എന്താണ് ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണന്റെ ഉത്തരവാദിത്വം? അരുൺകുമാർ ഒരു സത്യസന്ധനായ പ്രവർത്തകനല്ലേ, മാധ്യമ പ്രവർത്തകനല്ലേ? ഇപ്പൊ വായിച്ചതിന്റെ മുകളിലത്തെ 2 വരി കൂടെ വായിച്ചേ, കുറിക്കണ്ട. അതിന്റെ മുകളിലത്തെ 2 വരി കൂടെ വായിക്കും. ദേവസ്വം കമ്മീഷന്റെ ശുപാർശ പ്രകാരം ശബരിമല ശ്രീകോവിലിന്റെ കഥയിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സ്വർണം പൂശുന്നതും കൂടാതെ ശ്രീകോവിലിന്റെ തെക്കുവടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുതകടുകളിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. ഇതൊന്നും തന്ത്രി ഇങ്ങോട്ട് പറഞ്ഞതല്ലേ. സ്വർണം പൂശുന്നതും ഉൾപ്പെടെയുള്ള ജോലികൾ ശ്രീ ബാംഗ്ലൂർ എന്ന ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും സത്യസന്ധതയില്ല. ആ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും ശാസ്ത്രവിധി പ്രകാരം മിനിറ്റ്സിന്റെ കോപ്പിയാണ്, SIT റിപ്പോർട്ടിലുള്ള കോപ്പിയാണ് സാർ. തെറ്റാണ്, നിങ്ങൾ വായിച്ച തെറ്റാണ്. SIT തെറ്റാണെന്ന് പറയേണ്ടി വരും. എന്റെ ഇരിക്കുന്നത് SIT കൊടുത്ത റിപ്പോർട്ടാണ്. അല്ലല്ല, നിങ്ങൾ ഞാൻ എന്റെ കയ്യിൽ ഇരിക്കണമെന്നുള്ളൂ. എന്റെ കയ്യിൽ ഇരിക്കുന്നത് രേഖയാണ്, ഒറിജിനൽ രേഖ. ആ രേഖ ഞാൻ വായിക്കാം. ആ രേഖ പറയണത് എന്താണെന്നറിയോ? കൃത്യമായിട്ട് ഞാൻ പറയട്ടെ. രേഖയെ കൃത്യമായിട്ട് പറയണത് എന്താണെന്നറിയോ? ദേവസ്വം എഞ്ചിനീയർ സ്മിത്ത്, തിരുവാഭരണ കമ്മീഷണർ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, ഈ 4 ഉദ്യോഗസ്ഥന്മാർ കൂടി ചെയ്യണമെന്നാണോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ആ രേഖ വായിച്ചു നോക്ക്. 2019 പ്രകാരം വിത്തിൻ കോർട്ട്. SIT അവിടെ നിൽക്കട്ടെ. ഇത് കേൾക്ക്. നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഉണ്ടാകുന്ന ഉത്തരവിനാ നിങ്ങൾ മനസ്സിലാക്കട്ടെ. പറയട്ടെ. SIT അല്ല തള്ളിയത്, ഉത്തരവെന്ത്. നിങ്ങൾ വേറെ കാട് കയറാതെ. ഞാൻ 2019 ഉത്തരവെന്റെ ഇരിക്കുകയാണ്. ഉത്തരവാണ് ഞാൻ വായിക്കണത്. ആ ഉത്തരവിൽ പറയണത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ദേവസ്വം ബോർഡിന്റെ എഞ്ചിനീയർ സ്മിത്ത്, തിരുവാഭരണ കമ്മീഷണർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഇവരുടെ ചുമതലയിൽ തന്ത്രിയുടെ അനുവാദപ്രകാരം ഭഗവാന്റെ അനുജ്ഞപ്രകാരം ആചാരത്തോടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ പോറ്റിയുടെ കൊടുക്കണം നല്ല അർത്ഥം. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ ഭക്തന്റെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലും. ആ വാക്കിന് അതവരോട് ചോദിക്കുക. അതിന്റെ മുകളിൽ അതിന്റെ ചെലവ് അയാളുടെ അതേ ഉള്ളൂ. അയാളുടെ ചെലവും ഉത്തരവാദിത്വം ഉള്ളൂ. ബാക്കി മുകളിലുണ്ട്. ചെയ്യേണ്ടത് ഉദ്യോഗസ്ഥന്മാരാ. 1999 ദേവന് സമർപ്പിച്ച ദേവധനത്തിന്റെ കാര്യത്തിൽ എന്താണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉത്തരവാദിത്വം? അതാണ് കൃത്യമായിട്ട് പറയുന്നത്.
നിങ്ങൾ ഒരു കാര്യം അഴിച്ചെടുക്കുമ്പോൾ എന്താണ് അഴിച്ചെടുക്കുന്നത്? അഴിച്ചെടുക്കുന്നതിനോട് സ്മിത്ത് ഉണ്ടേ. സ്മിത്ത് അളക്കണം, എത്രത്തോളം അതിൽ സ്വർണ്ണമുണ്ട്, എത്രത്തോളം അതിൽ ചെമ്പുണ്ട്, എന്താ കൊണ്ടുപോണത്. സർ, അന്ന് സ്മിത്ത് ഉണ്ടായിരുന്നോ അവിടെ? അയാൾ ചെയ്തോ? അന്ന് അവിടെ സ്മിത്ത് ഉണ്ടായിരുന്നോ? അയാൾ ചെയ്തോ? അത് അയാളോട് ചോദിക്കണം. സ്മിത്ത് ഇല്ല. അത് ഉണ്ടായിരുന്നു. അവര് അതാ സ്മിത്ത് ഇല്ല സർ, സ്മിത്ത് ഇല്ല. കമ്മീഷണർ ഒപ്പുവെച്ചിട്ടില്ല. ആ കമ്മീഷണറാണ് താങ്കൾ പറഞ്ഞ കോൺഗ്രസ് സംഘടനയുടെ നേതാവ്. അത് ഞാൻ സമ്മതിക്കുന്നു. അതിനുശേഷം ഉത്തരവിട്ട ജയശ്രീയും കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് അതിന് കോടതിയുടെ ഉത്തരവിലുണ്ട്. സമയം അതിക്രമിച്ചുകൊണ്ടാണ് നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ തീർന്നു എന്ന് തോന്നുന്നു. ഞാൻ വായിച്ചത് SITയുടെ കോപ്പിയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ്. അതിൽ ഉത്തരവാദിത്വം എന്ന് തന്നെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഉണ്ണികൃഷ്ണൻ, ഞാൻ അങ്ങേക്ക് 1.5 മിനിറ്റ് വാഗ്ദാനം ചെയ്തതാണ്. അത് ഞാൻ ലംഘിക്കുന്നില്ല. 1 മിനിറ്റിൽ ചുരുക്കിയാൽ നന്ദി. ഗോപാലകൃഷ്ണൻ, സോറി, ആരോടാണ്? എന്നോടാണോ? ബി ഗോപാലകൃഷ്ണൻ. എന്നോടാണെന്ന് പറയണ്ടേ, അതിൻ്റെ സമയം കളയല്ലേ. അതെ, വാസ്തവത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അനിൽകുമാർ പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രതിയായ ഒരു കേസ് എന്ന് പറഞ്ഞപ്പം ആ ഒരു ചുക്കും ചെയ്യില്ല എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ആ ചുക്കും ചെയ്യില്ല എന്ന് പറഞ്ഞത് പിണറായി വിജയൻ്റെ ഭാഷയാണ്. ഇപ്പം അദ്ദേഹം പറയുന്നത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് SIT ഒക്കെ അവിടെ ഇരിക്കട്ടെ. എൻ്റെ പൊന്നു സുഹൃത്തെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്? 2019 ഈ 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത് ഏൽപ്പിക്കാനും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ നടപ്പാക്കാനും 40 ദിവസം ഇത് കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ലോകം മുഴുവനും കൊണ്ടുവച്ച് അതിൻ്റെ ദിവസങ്ങളൊക്കെ വൈകിച്ചപ്പോൾ ഒരു ചോദ്യം പോലും ചോദിക്കാത്ത ദേവസ്വം ബോർഡ് ഇപ്പോൾ ഏറ്റവും അവസാനം 2025 ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. അരുൺ അടക്കം ചില ആൾക്കാർ ചോദിച്ചു, പ്രശാന്ത് എങ്ങനെ കുറ്റവാളിയാവും? ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ ഒരു സാധനം നടത്താൻ പാടില്ല ശബരിമലയിൽ. വിത്തൗട്ട് പെർമിഷൻ ഓഫ് ഹൈക്കോർട്ട് നോ ബഡി ക്യാൻ ഡു എനിത്തിങ്, ഈവൻ പ്രസിഡന്റ് ഓർ മിനിസ്റ്റർ ചെയ്യാൻ പാടില്ല. അത് ചെയ്തത് പ്രശാന്ത് അല്ലേ? ഇനി ദേവസ്വം പ്രധാനപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ഒരു സെക്കൻഡ് പറയട്ടെ. നിങ്ങൾ ഇടപെട്ടപ്പോൾ ഞാൻ മിണ്ടിയില്ലല്ലോ. ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ കമ്മീഷണറുടെ ഉത്തരവില്ലാതെ എന്തിനു കൊടുത്തയച്ചു പ്രശാന്ത്? ആരാണ് പ്രശാന്ത്? ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് 2 ഗ്രാം കൂടുതൽ കിട്ടി, കള്ളന്മാർ കട്ടോണ്ട് പോയിട്ട് 2 ഗ്രാം കൂടുതൽ കിട്ടി എന്ന് പറഞ്ഞ് മേനി നടിക്കുന്ന ഈ അനിൽകുമാറിനെ പോലുള്ള ആളുകൾ ശബരിമലയിലെ കള്ളന്മാർക്ക് കൂട്ടുനിൽക്കുക. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ, ഇതിൽ കുറ്റവാളികളാണ്. ഇപ്പം കണ്ടില്ലേ നിങ്ങൾ, അരക്കള്ളനും മുക്കാക്കള്ളനും തമ്മിലുള്ള ആ ഒരു, നിങ്ങൾ കട്ടില്ലേ, ഞങ്ങൾ കട്ടില്ലേ, നിങ്ങൾ പാത്രം കട്ടില്ലേ, അപ്പം ഞങ്ങൾക്ക് സ്വർണം കെട്ടൂടെ? ഇതാണ് വാദം. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വത്താണ്, ഈ നാട്ടിലെ ശബരിമലയുടെ സ്വത്താണ്. മനസ്സിലല്ലേ? ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ സ്വത്താണ്, ഈ നാട്ടിലെ ശബരിമലയുടെ സ്വത്താണ്. നിങ്ങളെപ്പോലെയുള്ള കള്ളന്മാർക്ക് ദേവസ്വം ബോർഡിൽ വന്നിരുന്നത് കക്കാനുള്ളതല്ല. ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രവും സ്വത്തും, അതിനകത്ത് ഞങ്ങൾക്ക് ആത്മരോഷമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് CBI കൊണ്ട് അന്വേഷിപ്പിക്കണം. ഇപ്പൊ കേട്ടില്ല അനിൽകുമാർ പറയുന്നത്? നിങ്ങൾ കേട്ടില്ല അനിൽകുമാർ? ഒരു ചുക്കും നടക്കില്ല. അല്ലെങ്കിൽ ഇപ്പോഴും പ്രശാന്ത് ഇരിക്കും അവിടെ. പിണറായി വിജയന്റെ ഭാഷയിൽ ഉളുപ്പുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രിയെ മാറ്റണം. എന്നിട്ട് വേണം ഈ SITയുടെ അന്വേഷണം നടത്താൻ. അതാണ് ധാർമ്മികത. അതിനെ ധാർമ്മികത എന്ന് പറയാ. ശരി, അഡ്വക്കേറ്റ് KN കുമാർ നന്ദി, ശ്രീ N ശ്രീകുമാർ നന്ദി, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, ശ്രീ രാധാകൃഷ്ണൻ ചർച്ചയിൽ ചേർന്നത്. Debate with Dr. Arun Kumar.